പ്രിയമുള്ളവരെ, ഏവർക്കും സ്കൂളിംഗ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. LBS BSc നഴ്സിംഗ് ആപ്ലിക്കേഷൻ, അതുപോലെ തന്നെ വിവിധ നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസുകളും ഏറ്റവും പുതിയ അപ്ഡേറ്റ്സുകളും ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. LBS ആപ്ലിക്കേഷൻ എന്നു മുതൽ ആരംഭിക്കുമെന്ന് നിരവധി വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ കൂടുതൽ വ്യക്തത വരുത്താൻ വേണ്ടി LBS അഡ്മിഷൻ രംഗത്ത് വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഒഫീഷ്യലുമായി വ്യക്തിപരമായിട്ടുള്ള ബന്ധത്തിൻ്റെ പേരിൽ കോൺടാക്റ്റ് ചെയ്തപ്പോൾ ലഭിച്ച ഇൻഫർമേഷനാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. LBS ആപ്ലിക്കേഷൻ നോട്ടിഫിക്കേഷൻ ഒരാഴ്ചക്കകം പ്രസിദ്ധീകരിക്കുമെന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ഈ കാര്യം പറഞ്ഞത്. മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്കിൽ, വേറെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല എങ്കിൽ ഒരാഴ്ചക്കകം തന്നെ ആപ്ലിക്കേഷൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ആപ്ലിക്കേഷൻ ആരംഭിച്ചാൽ 10-20 ദിവസങ്ങളെങ്കിലും അതിന് നൽകാറുണ്ട്. ആപ്ലിക്കേഷൻ ആരംഭിച്ചാൽ നിങ്ങൾക്ക് ഏവർക്കും സ്വന്തമായി അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന ഒരു ലൈവ് ട്യൂട്ടോറിയൽ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്യപ്പെടുന്നതായിരിക്കും. അപ്ലൈ ചെയ്യുവാനായി SC/ST വിഭാഗം വിദ്യാർത്ഥികൾക്ക് 400 രൂപയും ബാക്കിയുള്ള എല്ലാവർക്കും 800 രൂപയുമാണ് സാധാരണ വർഷങ്ങളിൽ, മുൻ വർഷങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അപ്ലൈ ചെയ്യുന്ന സമയത്ത് അഡ്മിഷന് വേണ്ടി ഓപ്ഷൻ നൽകാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതല്ല. അത് പിന്നീടാണ് നിങ്ങൾ ഓപ്ഷൻ നൽകേണ്ടത്. ആപ്ലിക്കേഷൻ അവസാനിച്ചാൽ എല്ലാവരുടെയും ആപ്ലിക്കേഷൻ LBS പരിശോധിക്കുന്നതാണ്. എന്നിട്ട് എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അത് നോട്ടിഫൈ ചെയ്ത് കാണിക്കുന്നതാണ്. നിങ്ങളുടെ വെബ്സൈറ്റ് ലോഗിനിലാണ് അത് കാണിക്കുക. അങ്ങനെ വല്ല തെറ്റുകളും നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള അവസരം വിദ്യാർത്ഥികൾക്ക് നൽകാറുണ്ട്. 3-4 ദിവസങ്ങൾ അതിന് അനുവദിക്കാറുണ്ട്. അങ്ങനെയുള്ള ആപ്ലിക്കേഷൻ കറക്ഷൻ സമയം അവസാനിച്ചാൽ പിന്നീടാണ് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇൻഡെക്സ് അനുസരിച്ച് എല്ലാവർക്കും റാങ്ക് ലിസ്റ്റിൽ സ്ഥാനം ലഭിക്കുന്നതാണ്. റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചതിന് ശേഷമാണ് ഓപ്ഷൻ നൽകാൻ വിദ്യാർത്ഥികൾക്ക് അവസരം ലഭിക്കുക. ഒരു വിദ്യാർത്ഥിക്ക് എത്ര ഓപ്ഷൻ വേണമെങ്കിലും ഏത് കോഴ്സിലും ഓപ്ഷൻ നൽകാൻ വേണ്ടി സാധിക്കുന്നതാണ്. ആദ്യം നിങ്ങൾ നൽകുന്ന ഓപ്ഷൻ പ്രകാരം 3 അലോട്ട്മെൻറ്റുകൾ പ്രസിദ്ധീകരിക്കുന്നതാണ്. ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ്, തേർഡ് അലോട്ട്മെൻറ്റ്. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുന്നതിന് മുമ്പായി ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നതാണ്. ആ ഒരു സമയത്ത് നിങ്ങൾ നൽകിയിട്ടുള്ള ഓപ്ഷനിൽ എല്ലാ തരത്തിലുള്ള മാറ്റങ്ങളും വരുത്താവുന്നതാണ്. പുതിയ ഓപ്ഷൻ നൽകാം, പഴയവ ഡിലീറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നൽകിയിട്ടുള്ള ഓപ്ഷൻ്റെ സ്ഥാനവും മാറ്റാൻ വേണ്ടി സാധിക്കുന്നതാണ്. 3 അലോട്ട്മെൻറ്റുകൾക്ക് ശേഷം പിന്നീട് സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകളാണ് പ്രസിദ്ധീകരിക്കുക. ആ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ പുതിയ ഓപ്ഷൻ നൽകേണ്ടതാണ്. നിങ്ങൾ മുൻപ് നൽകിയിട്ടുള്ള ഓപ്ഷനുകളൊന്നും നിലനിൽക്കുന്നതല്ല. അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് ലഭിച്ച സീറ്റ് ഉറപ്പുവരുത്താൻ വേണ്ടി ഓൺലൈനിൽ ടോക്കൺ ഫീ പേയ്മെൻറ്റ് നടത്തേണ്ടതാണ്. അതിനുശേഷമാണ് കോളേജ് ജോയിനിങ്. കോളേജ് ജോയിനിങ്ങിന് LBS പ്രത്യേക ഡേറ്റ് നൽകുന്നതാണ്. ആ ഒരു ദിവസത്തിനകം, ആ ഒരു ദിവസം നിങ്ങൾ കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതാണ്. എല്ലാ സർട്ടിഫിക്കറ്റുകളും നൽകണം. ബാക്കിയുള്ള ഫീസ് ഉണ്ടെങ്കിൽ അതും കോളേജിൽ നൽകേണ്ടി വരുന്നതാണ്. LBS ആപ്ലിക്കേഷൻ, അലോട്ട്മെൻറ്റ്, അതുപോലെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ ചുരുക്കി വിശദീകരിച്ചതാണ്. ഓരോ കാര്യങ്ങളും നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ വർഷത്തെ LBS അഡ്മിഷനുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസുകളും ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി PNC, MAC, AMC, SFN, CK, CPAS പോലുള്ള അഡ്മിഷനുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസുകൾ, അപ്ഡേഷൻ മനസ്സിലാക്കാം. അതായത് സെൽഫ് ഫിനാൻസ് കോളേജുകളിലുള്ള മാനേജ്മെൻറ്റ് കോട്ട സീറ്റുകളിലേക്കുള്ള സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റ് പ്രോസസ്സാണ് ഈ 3 വെബ്സൈറ്റുകൾ വഴി നടത്തപ്പെടുന്നത്. ഇതുകൂടാതെയും സെൽഫ് ഫിനാൻസ് കോളേജുകളിലേക്ക് മാനേജ്മെൻറ്റ് കോട്ട അഡ്മിഷൻ നടത്തുന്ന വെബ്സൈറ്റുകളുണ്ട്. ആ ഡീറ്റെയിൽസുകളൊക്കെ മുൻപ് ചാനലിൽ നൽകിയിരുന്നതാണ്. ഇനിയും അപ്ഡേഷൻ ലഭ്യമാകുന്ന മുറയ്ക്ക് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. എന്നാൽ ഈ വർഷം മുതൽ മാനേജ്മെൻറ്റ് സീറ്റുകളിലേക്ക് സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റ് പ്രോസസ്സുകൾ നടത്തില്ല എന്ന് ഈ കാണുന്ന മാനേജ്മെൻറ്റ് അസോസിയേഷനുകൾ പറഞ്ഞിരുന്നു. കാരണം ആപ്ലിക്കേഷന് GST ഏർപ്പെടുത്തിയത് ഈ മാനേജ്മെൻറ്റ് അസോസിയേഷനുകൾക്ക് വലിയ ബാധ്യതയായി വന്നിട്ടുണ്ട്. എന്നാൽ ഈ കാര്യത്തിൽ അന്തിമമായിട്ടുള്ള തീരുമാനം, അഡ്മിഷൻ നടത്തില്ല എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമൊന്നും വന്നിട്ടില്ല. ഈ കാര്യത്തിൽ ഇപ്പോഴും ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചർച്ച പോസിറ്റീവായിട്ട് വരികയാണ് എങ്കിൽ മാനേജ്മെൻറ്റ് അസോസിയേഷനുകൾ അഡ്മിഷൻ നടത്തുന്നതായിരിക്കും എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. ഇതുമായെല്ലാം ബന്ധപ്പെട്ട അപ്ഡേഷനുകൾ ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ട് എങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. ഏവർക്കും നന്ദി, നമസ്കാരം.